നരകത്തിൻ്റെ ആവിയെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇബ്നു കസീർ ഉദ്ധരിച്ച ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഹദീസാണ്. നരകം അള്ളാഹുവിനോട് പറയാണ്, എനിക്ക് വിശക്കണു, ഞാൻ എന്നെ തന്നെ തിന്നാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ഒരു ഭാഗം വേറൊരു ഭാഗം കൊണ്ട് തിന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് നരകം അള്ളാഹുവിൻ്റെ അടുത്ത് പരാതി പറയും. അപ്പോൾ അള്ളാഹു നരകത്തിനോട് പറയും, എന്നാൽ ഇജ്ജ് ഒരു കാര്യം ചെയ്ത് ഇജ്ജ് 2 ശ്വാസം വിട്ടാളാ. അപ്പോൾ നരകം 2 ശ്വാസം വിടും. അങ്ങനെ നരകം 2 ശ്വാസം വിടുമ്പോഴാണ് ഭൂമിയിൽ വിൻ്ററും സമ്മറും ഉണ്ടാകുന്നത് എന്നാണ് ഹദീസിൽ പറയുന്നത്. വിൻ്ററിൽ കൊടും ശൈത്യമുണ്ടാകുന്നത് നരകം ഒരു തണുത്ത ശ്വാസം വിടുമ്പോഴാണ് എന്നും, സമ്മറിൽ കൊടിയ ചൂടുണ്ടാകുന്നത് നരകം ഒരു ചൂടുള്ള ശ്വാസം വിടുമ്പോഴാണ് എന്നുമാണ് മുഹമ്മദ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിൻ്ററും സമ്മറും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മുഹമ്മദ് ഇങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. മുഹമ്മദിൻ്റെ ഖുർആൻ്റെയും അള്ളാൻ്റെയും ശാസ്ത്രമാണ് അത്. നമ്മൾ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെരിവുള്ള ഗ്ലോബൊക്കെ കാണിച്ചു കൊടുത്ത് ടോർച്ചൊക്കെ അടിച്ച് ടോർച്ചിങ്ങനെ ഗ്ലോബിനൊക്കെ ചുറ്റി കാണിച്ചു കൊടുത്തിട്ട് സൂര്യനെ ചുറ്റുമ്പോൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് 3ാം ക്ലാസ്സിൽ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒരു പഠിച്ച കുട്ടിക്ക് ഇന്ന് അറിയാം വിൻ്റർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, സമ്മർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്. അവിടെയാണ് ഇവിടെ അള്ളാൻ്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, നരകം ഒരു ശ്വാസം വിടുമ്പോഴാണ് വിൻ്റർ ഉണ്ടാകുന്നത്, നരകം വേറൊരു ശ്വാസം വിടുമ്പോഴാണ് സമ്മർ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് ഖുർആനിൽ പറയുന്ന മറുപടി, അത് അള്ളാഹു വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണെന്ന്. അള്ളാഹു ഇങ്ങനെ രാത്രിനെ പകലും വന്ന് വലിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിപ്പൊതിയുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് കോർത്ത് വലിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വിവരം അന്ന് അള്ളാഹ്ക്കില്ലായിരുന്നു, റസൂലിനുണ്ടായിരുന്നില്ല, ജിബ്രീലിനുണ്ടായിരുന്നില്ല. അതുപോലെ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ശാസ്ത്രബോധമോ വിവരമോ അന്ന് മുഹമ്മദിനുണ്ടായിരുന്നില്ല, അന്നത്തെ ഗോത്ര മനുഷ്യർക്കുണ്ടായിരുന്നില്ല, അന്നത്തെ ഗോത്ര ദൈവങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവങ്ങളുടെ വെളിപാടുകളുമായി വന്ന ദൂതന്മാർ ഈ മാതിരി മണ്ടത്തരം പറഞ്ഞ് പഠിപ്പിച്ചത്. ഇവിടെ ആഴക്കടലിൻ്റെ അടിയിലെ തിരമാലയൊക്കെ ഖുർആനിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന ആളുകൾ ഈ ശാസ്ത്രമൊക്കെ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നരകം ആവി വിടുന്നത് കൊണ്ടും കോട്ടാവി വിടുന്നത് കൊണ്ടാണോ ഭൂമിയിൽ സമ്മറും വിൻ്ററും ഉണ്ടാവുന്നത് എന്ന് ഈ ശാസ്ത്രം തള്ളിമറിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഹദീസല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളി രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുക. ഈ ഹദീസ് തന്നെയാണ് ഖുർആൻ്റെ പൂർണ്ണത. ഖുർആനിലും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞ മണ്ടത്തരങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളായ ഹദീസുകൾ തന്നെയാണ്.